ഹലോ, ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ് വെണ്ടയ്ക്ക. നമ്മൾ ചുമന്ന വെണ്ട കിടക്കുന്നുണ്ട്. ചുമല വെണ്ട തീരാറായി. പക്ഷെ ഇത് കളയാൻ തോന്നുന്നില്ല. എന്നാന്ന് വെച്ചാൽ ഇത് ശകരങ്ങൾ വരുന്നുണ്ട്. അത് നമ്മുടെ സാധാ വെണ്ട. അതിലും ഉണ്ട് ഇഷ്ടം പോലെ വെണ്ടയ്ക്ക. ഒരു 5 ചൂടേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് ശകരങ്ങളുള്ള നല്ലൊരു ഇനം വെണ്ടയാണ്. ചുമല വെണ്ടയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. വേണ്ടേ നല്ല ചുമല വെണ്ടയതേ ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. ഈ കാണുന്ന കണ്ട ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയേ. ഇത് തേങ്ങയൊന്നും ഇല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞ് മെഴുക്ക് പുരട്ടി. ഇതിൻ്റെ ഈ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, ഈ വഴുവഴുപ്പ് നമുക്കൊരു പ്രോബയോട്ടിക്കാണ്. അതുപോലെ കണ്ട ഇതെല്ലാം ശാഖകളുള്ളതാണ്. നല്ലനം വെണ്ടയാണ്. അതൊക്കെ ഇത് ബാക്കി ഇങ്ങനെ എടുത്തങ്ങ് തീർക്കുക. പക്ഷേ വെട്ടിക്കളയുന്നില്ല, ഇഷ്ടംപോണൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൊളസ്ട്രോളിനും ഒത്തിരി നല്ലതാണ്. കൊളസ്ട്രോളിനെ പറഞ്ഞാൽ മെഴുക്കുരട്ടി വെക്കുമ്പം എണ്ണ കൂടുതൽ ഉപയോഗിക്കരുത്. നമ്മൾ തുറന്ന് വെച്ച് നമ്മളത് വാട്ടുമ്പോഴത്തേന് അതിൻ്റെ ആ വഴുവഴുപ്പങ്ങ് കുറഞ്ഞു പോകും. അതിലും നല്ലത് നമ്മൾ മൂടി വെച്ചിട്ട് അങ്ങ് വാട്ടിയെടുക്കുന്നതാണ്. അപ്പം കണ്ടോ, നല്ല സൂപ്പർ ചുമല വെണ്ടയ്ക്ക. എനിക്ക് ഇതും കൂടെ എടുക്കാൻ പോകും. അപ്പം ഒരാഴ്ചത്തേക്കുള്ള മെഴുക്ക് പുരട്ടിയായി, കൊളസ്ട്രോളും കുറഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വെണ്ട വെക്കുക.